നമസ്കാരം. ഷിരൂരിൽ വീഴ്ചയുണ്ടായില്ലെന്ന് കർണാടക. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം തുടങ്ങാൻ വൈകിയില്ല എന്നാണ് കർണാടക സർക്കാർ വിശദീകരിക്കുന്നത്. അർജുനെ കാണാതായെന്ന് പരാതി കിട്ടിയ ഉടൻ തിരച്ചിൽ തുടങ്ങി. 19 രാത്രി പരാതി കിട്ടി. 20 കരയിൽ അർജുനായി തിരച്ചിൽ തുടങ്ങിയെന്നും ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചു. പരാതി കൊടുത്തിട്ടും വൈകിയെന്ന ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. 16 ഷിരൂരിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് രാവിലെ 9 ദേശീയപാത 66 മണ്ണിടിച്ചിലുണ്ടായത്. വാഹനങ്ങളും ചായക്കടയും മണ്ണിനടിയിലായി. നിരവധി പേർ അപകടത്തിൽപ്പെട്ടു. 10 മണിയോടെ തന്നെ രക്ഷാപ്രവർത്തന നടപടികൾ ആരംഭിച്ചു. ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അഗ്നിശമന സേനയും നാവികസേനയും ജില്ലാ ഭരണകൂടവും തിരച്ചിൽ ആരംഭിച്ചുവെന്നും കർണാടക വിശദീകരിക്കുന്നു. വേഗത്തിൽ മണ്ണ് നീക്കരുതെന്നും വലിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ മണ്ണിടിയുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. പിന്നീട് 19 അർജുനെയും ലോറിയും കാണാനില്ലെന്ന പരാതി കിട്ടിയത്. ഉടൻ നദിയിലും മണ്ണിനടിയിലും പ്രാഥമികമായി തിരച്ചിൽ നടത്തി. വിദഗ്ധ പരിശോധന നടത്തിയതായും സർക്കാർ വ്യക്തമാക്കി. അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം ഗൗരവമുള്ള വിഷയമാണെന്ന് അഭിപ്രായപ്പെട്ട കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇരു സർക്കാരുകളും മറുപടി നൽകണമെന്നതായിരുന്നു ആവശ്യം. തുടർന്നാണ് അർജുന് വേണ്ടി ഇതുവരെ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതിനിടെ അർജുന് വേണ്ടി നടത്തുന്ന കഴിഞ്ഞ 3 ദിവസങ്ങളിലെ പരിശോധനകളിൽ സംതൃപ്തിയുണ്ടെന്ന് അർജുന്റെ ബന്ധു ജിതിൻ പ്രതികരിച്ചു. സന്നദ്ധ പ്രവർത്തകരെ ഇനി രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. പുഴയിലെ പരിശോധനയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുക നാവികസേന അടക്കമുള്ളവർക്കാണെന്നും ജിതിൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്തേക്ക് കയറാൻ അനുമതി ലഭിച്ചില്ലെന്നും അതിനായാണ് എത്തിയതെന്നും ജിതിൻ പറഞ്ഞു. അനുമതി ചോദിക്കാനാണ് എത്തിയത്. നദിയുടെ തീരത്തുള്ള മൺകൂമ്പാരത്തിലായിരിക്കും ഇന്നത്തെ പരിശോധനയെന്നാണ് അധികൃതർ അറിയിച്ചതെന്നും ജിതിൻ പറഞ്ഞു. ഇന്നും ഗംഗാവലി നദിയിൽ തിരച്ചിൽ തുടരും. ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തുക. നദിക്കരയിൽ നിന്ന് 40 മീറ്റർ അകലെയാണ് സോണാർ സിഗ്നൽ ലഭിച്ചത്. ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത്. അർജുനെ കണ്ടെത്തുന്നതിനായി അത്യാധുനിക സ്കാനർ ഷിരൂരിലെത്തിക്കും. കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തിരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ഷിരൂരിലും ഉപയോഗിക്കുന്നത്. ഡ്രോൺ സംവിധാനത്തിൽ സ്കാനർ ഘടിപ്പിച്ചാണ് പരിശോധന. 8 മീറ്ററും 90 മീറ്ററും വരെ ആഴത്തിൽ പരിശോധന നടത്താവുന്ന 2 സ്കാനറുകളുണ്ട്. ഭൂമിക്കടിയിൽ വസ്തുക്കളെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അതേസമയം ഷിരൂരിലെ ദുരന്തത്തിന്റെ സ്ഥിതിഗതി വ്യക്തമായി വിലയിരുത്തുന്നതിൽ സംഭവിച്ച ഗുരുതര വീഴ്ച പുഴയിലേക്കുള്ള അന്വേഷണം വൈകിപ്പിച്ചു. കുന്നിന് താഴ്വരയിൽ തന്നെയാണ് ലോറി നിർത്തിയിട്ടിരുന്നതെങ്കിലും കുന്നിടിഞ്ഞ് താഴേക്ക് വീണപ്പോൾ അതോടൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യതയും ഏറെയായിരുന്നു. കുന്നും പുഴയും ചേർന്ന് കിടക്കുന്ന ഷിരൂർ കുന്ന് ഗംഗാവലി നദീ ഭൂപ്രകൃതി കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പുഴയിലേക്ക് വീണ് മണ്ണിനടിയിലാവാനുള്ള സാധ്യത പരിശോധിക്കേണ്ടതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. കാണാതായ ബുള്ളറ്റ് ടാങ്കർ ലോറികൾ പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കിട്ടിയപ്പോൾ ലോറിയെ ആ രീതിയിൽ കണ്ടെത്തിയില്ല. ബുള്ളറ്റ് ടാങ്കുകളെ പോലെ അർജുന്റെ ലോറി ഒഴുകി നടക്കാൻ സാധ്യത വിരളമായിരുന്നു. ഉരുളൻ തടികൾ കുറുകെ കയറ്റി കെട്ടിമുറുക്കിയതാണ് ഈ വാഹനത്തിലെ ലോഡ്. 200 മീറ്റർ ഉയരത്തിൽ നിന്ന് ടൺ കണക്കിന് മണ്ണിടിഞ്ഞു വീണപ്പോൾ അതിനൊപ്പം ലോറിയും പുഴയിൽ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇവിടെ നിർത്തിയിട്ടിരുന്ന 2 ടാങ്കറുകളും നേരെ പുഴയിലേക്കാണ് വീണത്. ഇതിലൊന്നാണ് 7 കിലോമീറ്റർ അകലെ ഒഴുകി നടക്കുന്ന രീതിയിൽ കിട്ടിയത്. നിറയെ മരത്തടി കയറ്റിയ അർജുൻ ഓടിച്ച ലോറിക്ക് ഭാരക്കൂടുതലുള്ളതിനാൽ പുഴയിൽ ഒഴുകി നീങ്ങാനുള്ള സാഹചര്യമില്ല. അതിനാൽ നേരെ മണ്ണിനടിയിലേക്ക് താഴ്ന്നിരിക്കാനാണ് സാധ്യത. കുന്നിടിഞ്ഞ് ഗംഗാവലി നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറിയിരുന്നു. ഇത്രയേറെ നദിയെ പ്രകമ്പനം കൊള്ളിച്ച മണ്ണിടിച്ചിലിനാണ് ഷിരൂർ സാക്ഷ്യം വഹിച്ചത്. അതിനാൽ പുഴയിൽ ഒന്നിലേറെ വാഹനങ്ങൾ അകപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.